ഗോവിന്ദൻ മാഷിനെതിരെയും CPM-നെതിരെയും പോളിറ്റ് ബ്യൂറോ കത്ത് വിവാദമായിട്ട് മാധ്യമങ്ങൾ കൊണ്ടിറക്കിയ ഷെർഷാദ് എന്ന ഉഡായിപ്പിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. എവിടെയെങ്കിലും ചർച്ച നിങ്ങൾ കണ്ടോ മാന്യരെ? ഗോവിന്ദൻ മാഷിന്റെ മകൻ പോളിറ്റ് ബ്യൂറോയുടെ കത്ത് ചോർത്തി എന്ന രീതിയിൽ മാധ്യമങ്ങൾ ഷെർഷാദ് എന്ന് പറയുന്നത് ഈ ഉഡായിപ്പിനെ മുൻനിർത്തിയാണ് പല വ്യാജ വാർത്തകൾ സൃഷ്ടിച്ചത്. എന്തോരം ചർച്ചയായിരുന്നു. മറുനാടൻ ഷാജൻ സ്കറിയയുടെ ഇര, ആ ഇരയെ കൊളുത്തി ഇടതുപക്ഷത്തിനെ പ്രതിരോധത്തിലാക്കാൻ വേണ്ടിയാണ് മുൻപ് ഇൻസ്റ്റഗ്രാമിൽ പോസ്റ്റ് ചെയ്ത ഒരു പോളിറ്റ് ബ്യൂറോ കത്തിനെ വെച്ചിട്ട് മാധ്യമങ്ങൾ വ്യാജ വാർത്ത ഉണ്ടാക്കി. ആ വ്യക്തിയുടെ വിശ്വാസ്യതയെ സംബന്ധിച്ച് അന്ന് തന്നെ പല ചോദ്യങ്ങൾ ഉയർന്നിരുന്നു. ലണ്ടൻ എയർപോർട്ടിൽ വെച്ച് ഷാജൻ മറുതയുടെ കടവായിലെ 2 പല്ല് തെറിപ്പിച്ച രാജേഷ് കൃഷ്ണ, അദ്ദേഹത്തോടുള്ള വൈരാഗ്യം തീർക്കാനാണ് ഷെർഷാദിനെ ആയുധമാക്കി മറുത ഉപയോഗിച്ചത്. മറുതയ്ക്കാണല്ലോ ഇപ്പോ കേരളത്തിലെ സംഘപരിവാർ നിയന്ത്രണത്തിലുള്ള പല ചാനലുകൾക്കകത്തും വലിയ സ്വാധീനം. അതുകൊണ്ട് അദ്ദേഹം ഇടുന്ന സ്ക്രിപ്റ്റുകൾ ചൂടപ്പം പോലെ പ്രമുഖ മാപ്രകൾ ഏറ്റെടുക്കും. അങ്ങനെയാണ് കുടുംബ പ്രശ്നത്തിന്റെ പേരിൽ നടൻ മമ്മൂട്ടിയെയും ഒപ്പം തന്നെ ഇടത് സർക്കാരിനെയും ആക്രമിക്കാൻ വേണ്ടി ഷെർഷാദ് എന്ന അടിമുടി ഫ്രോഡിനെ മഹാനായി ചിത്രീകരിച്ചുകൊണ്ട് മാധ്യമങ്ങൾ വലിയ ചർച്ചയ്ക്ക് വഴിയൊരുക്കിയത്. ഒടുവിൽ ഇപ്പോഴെന്തായി? സാമ്പത്തിക തട്ടിപ്പ് കേസിൽ ഈ ഫ്രോഡിനെ പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുകയാണ്. അതും ചെന്നൈയിൽ നിന്ന് 40 ലക്ഷം രൂപ തട്ടിച്ച കേസ്. സ്വാഭാവികമായിട്ടും ഇയാളുടെ വിശ്വാസ്യതയെ സംബന്ധിച്ച് സമൂഹത്തിന്റെ ഇടയിലേക്ക് ഒരു വലിയ ചർച്ച ഉയർന്നു വരേണ്ടതല്ലേ?